യു. ദൈവവചന കേൾവിക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് കൂടാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇന്ന് അതിനുള്ള അവസരം കർത്താവ് തന്നു. അതിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം, അതാണ് കർത്താവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ സംഭവം. സുവിശേഷത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണമാണ്. അപ്പൊ ആ മരണം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് വളരെ രഹസ്യങ്ങൾ നിറഞ്ഞ, അതിൻ്റെ ആദ്യ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത വളരെ വളരെ അത്ഭുതകരമായ സത്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സുവിശേഷകന്മാര് കർത്താവിന്റെ മരണത്തെ വിവരിക്കുമ്പോൾ നമ്മളുടെ സഹാനുഭൂതി നേടിയെടുക്കാനായിട്ട് അതിനെ അങ്ങനെ വികാര നിർഭരമായ രീതിയിൽ നമുക്ക് സഹതാപം തോന്നത്തക്ക രീതിയിലൊന്നും അതിനെ അങ്ങനെ വിവരിച്ചിട്ടില്ല. അതിന് സുവിശേഷകന്മാര് അങ്ങനെ മനസ്സ് വെച്ചിട്ടില്ല. എന്നാൽ വളരെ പച്ചയായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ സങ്കടവും കഷ്ടവും അവര് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അവര് കടന്നിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് ഇവിടെ പീലാത്തോസ് കർത്താവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അതിനുശേഷമുള്ള സംഭവങ്ങളെ കുറിച്ചാണ് 27 മുതലുള്ള വാക്യങ്ങളിൽ, 27-ാമത്തെ അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണും. കർത്താവിനെ അപമാനിക്കുന്നതും പിന്നീട് ക്രൂശ് ചുമപ്പിച്ച് കർത്താവിനെ ഗോൽഗോഥ എന്ന ആ കുന്നിലേക്ക് നടത്തുന്നതും അവിടെ തന്നെ ക്രൂശിക്കുന്നതും പിന്നെ ക്രൂശ് മരണവും ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവിനെ അപമാനിക്കുന്നത് നമ്മൾ ആദ്യം കാണുകയുണ്ടായി. അവിടെ അവര് പ്രധാനമായും കർത്താവിനെ അപമാനിക്കാനായിട്ട് പറഞ്ഞ കാര്യം, കർത്താവ് യഹൂദന്മാരുടെ രാജാവാണ് എന്ന് അവകാശപ്പെട്ടു. എന്നാൽ അതൊരു പൊള്ളയായ അവകാശവാദമാണ്. അങ്ങനെ അവകാശപ്പെട്ടതായിരിക്കുന്ന ആൾ നോക്കി ഇപ്പോൾ ക്രൂശ് മരണത്തിന് വിധേയനാകുന്നു, തൻ്റെ എല്ലാ അവകാശവാദങ്ങളുടെയും അവസാനമായി എന്ന നിലയിലാണ് മത്തായി സുവിശേഷകൻ അതിനെക്കുറിച്ച്, അങ്ങനെയാണ് ആളുകൾ അതിനെക്കുറിച്ച് വിചാരിച്ചത്. എന്നാൽ മത്തായി സുവിശേഷകൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം വളരെ രസകരമായ കാര്യം തന്നെയാണ്. അവരങ്ങനെയൊക്കെ കർത്താവിനെ അപമാനിക്കാനായിട്ട് മനസ്സ് വെച്ചുവെങ്കിലും അവര് അപമാനിച്ച ആ അപമാനം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ആരായിരിക്കുന്നു എന്ന ആ സത്യം അവർക്ക് അതിനെ പരസ്യപ്പെടുത്താനേ സാധിച്ചുള്ളൂ. അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന കാര്യമാണ് സുവിശേഷകൻ നമ്മളോട് പറയുന്നത്. സുവിശേഷകൻ പടയാളികളും മറ്റുള്ള ആളുകളും കർത്താവിനെ അപമാനിക്കുന്നത് വിവരിക്കുമ്പോൾ ആ അപമാനം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ആരാണ് എന്ന കാര്യത്തില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിട്ട് അല്ല, പിന്നെയോ അത് സത്യമായി തന്നെ കർത്താവ് രാജാവാണ് എന്ന കാര്യം ഉറപ്പിക്കുവാനായിട്ടാണ് സുവിശേഷകൻ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലെ ഒരു രഹസ്യം, അല്ലെങ്കിൽ അതിലൊരു മർമ്മം, അതിലെ ഒരു വൈചിത്ര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ ഒന്നാമത് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞത്. രണ്ടാമത് കർത്താവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുന്ന അവസരത്തില് കർത്താവിന്റെ ക്രൂശ് ചുമന്ന ശിമോൻ എന്നയാളിന് വന്ന വലിയ ഭാഗ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മൂന്നാമതായി എന്ന് തന്നെ ഞാൻ പറയാം, കർത്താവിന്റെ ക്രൂശിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാൻ കഴിയുന്ന കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും നിരാശാജനകമായ, ഏറ്റവും ദുഃഖപര്യവസാനിയായ, ഏറ്റവും നിന്ദാകരമായ, പരാജയത്തിന്റെ മകുട ഉദാഹരണമായ ഒരു സംഭവം ആണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം ഒരു നിലയിൽ ഏറ്റവും നിന്ദാകരവും ഏറ്റവും സങ്കടകരവും വേദനാകരവുമായ ഒരു കാര്യമായിട്ടിരിക്കുന്നുവെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം ഒരു വലിയ വിജയം. അതാണ് മൂന്നാമതായിട്ട് ക്രൂശിന്റെ രഹസ്യം, അല്ലെങ്കിൽ ദ മിസ്റ്ററി ആൻഡ് ദി ഐറണി ഓഫ് ദ ക്രോസ് എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ആദ്യ കാഴ്ചയിൽ ഏറ്റവും ബലഹീനമായ, പാട്ടുകാരൻ പറഞ്ഞതുപോലെ നിന്ദിതനായി, നിസ്സാരനായി, നിസ്സഹായനായിട്ട് കർത്താവായ യേശു ക്രിസ്തു തീർന്നു. തൻ്റെ എല്ലാ അവകാശവാദങ്ങൾക്കും അവസാനം എന്ന് വിചാരിച്ച, തന്നെക്കുറിച്ചുള്ള ചരിത്രം അവസാനിച്ചു എന്ന് വിചാരിച്ച വളരെ സങ്കടകരമായ, ബലഹീനമായ ഒരു നിന്ദാകരമായ ക്രമീകരണമായിരുന്നു ക്രൂശ്. അത് ഒരു വശത്ത് ശരിയാണ്. എന്നാൽ മറുവശത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയമായിട്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ തന്റെ ഏറ്റവും വലിയ പ്രശംസയായിരിക്കുന്നത് ക്രൂശാണ് എന്നതാണ് താൻ പറയുന്നത്. അപ്പോൾ ആ വിഷയമാണ് ഞാൻ ആദ്യമായിട്ട്, മൂന്നാമത്തെ പോയിന്റ് ആണ് എങ്കിലും ഇന്നത്തെ പ്രസംഗമായതുകൊണ്ട് ആദ്യത്തെ പോയിന്റ് ഞാൻ പറയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഒരു നിലയിൽ ഏറ്റവും പരിതാപകരമായ, നിന്ദാകരമായ ക്രമീകരണമായിരിക്കുമ്പോൾ അതിന് മറുവശത്ത് അത് ഏറ്റവും മഹത്വമേറിയ, ഏറ്റവും വിജയകരമായ, ഏറ്റവും പ്രശംസയേറിയ, മനുഷ്യർക്ക് രക്ഷാകരമായി തീർന്ന അത്ഭുതകരമായ ദൈവത്തിന്റെ പരിപാടിയാണ് എന്നതാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവിക പരിപാടികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യന്റെ ആദ്യ നോട്ടത്തില് അത് വളരെ ബലഹീനവും അത് നിന്ദാകരവും അത് വിജയകരമല്ല എന്നും ഒക്കെ തോന്നിയാൽ അതിന് മറുവശത്ത് ദൈവത്തിന്റെ ജ്ഞാനം എന്നത് അതിനെ ഏറ്റവും അത്ഭുതകരമായ രീതിയിൽ അതിനെ രൂപപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത് മനുഷ്യരുടെ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരുന്നു എന്ന കാര്യമാണ് ക്രൂശിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്. ക്രൂശ് പരാജയമാണ് എന്ന് അവർ വിചാരിച്ചുട്ടോ? കർത്താവായ യേശു ക്രിസ്തു പരാജിതനായി തന്നെ ക്രൂശിക്കുന്ന ആളുകളുടെ മുൻപിൽ നിസ്സഹായനായിട്ടൊക്കെയാണ് കർത്താവിനെ നമ്മൾ കാണുന്നത്. ഒരു നിലയിൽ അത് ശരിയാണ്. എന്നാൽ ക്രൂശിന്റെ വിജയത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ക്രൂശിനെ കുറിച്ച് പറയുന്നത് അവന് ക്രൂശിൽ സകല അധികാരങ്ങളെയും പിശാചിന്റെ സകല തന്ത്രങ്ങളെയും ആയുധം വെച്ച് കീഴ്പ്പെടുത്തി, ആയുധം വെപ്പിച്ച് തോൽപ്പിച്ചു എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ നമ്മളോട് പറയുന്നത്. ക്രൂശ് പിശാചിന്റെ നേരെയുള്ള ഏറ്റവും വലിയ വിജയമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് പിശാച് ഇങ്ങനെയുള്ള ഒരു ക്രമീകരണത്തിനായിട്ട് യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് ഇത്രയും ഉത്സാഹം കാണിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് എനിക്ക് എൻ്റെ ചിന്തയിൽ വന്നതായിരിക്കുന്ന ഒരു മറുപടി ഇതാണ്. പിശാച് വിചാരിച്ചത് ദൈവത്തിന്റെ പരിപാടികളിൽ, പിശാചിന് വിശ്വാസത്തിൽ ദൈവത്തെ പരാജയപ്പെടുത്തുവാൻ, ദൈവ പരിപാടികളെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് പിശാച് അതിനെക്കുറിച്ച് വിചാരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് പിശാച് ഇത്രയും വലിയ ഉത്സാഹം കാണിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച് യേശുക്രിസ്തുവിന്റെ പരിപാടി അവസാനിപ്പിക്കാം എന്ന് മനുഷ്യരെ പോലെ തന്നെ പിശാചും വിചാരിച്ചതാണ്. എന്നാൽ പിശാചിന്റെ പരിപാടികളെ എല്ലാം പരാജയപ്പെടുത്തി, പിശാചിന്റെ ഏറ്റവും വലിയ പരാജയമായിട്ട് ക്രൂശിനെ രൂപപ്പെടുത്തുവാനായിട്ട് കർത്താവ് തീരുമാനിച്ചിരുന്നു. കർത്താവ് അത് അങ്ങനെ സാധിച്ചെടുത്തു എന്നതാണ് ക്രൂശിന്റെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് പറയാൻ സാധിക്കും. പിശാചിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ പരിപാടിയായിട്ട്, പിശാചിന്റെ എല്ലാ അവകാശവാദങ്ങളും അവസാനിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിപാടിയായിട്ടാണ് ക്രൂശിനെ കർത്താവായ യേശു ക്രിസ്തു നേരിട്ടത്. അല്ലെങ്കിൽ ദൈവം അങ്ങനെയാണ് ക്രൂശിനെ ക്രമീകരിച്ചത്. മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മനുഷ്യരെ പിശാചിന്റെ അധികാരത്തിലും അന്ധകാരത്തിലും ബന്ധിച്ച് അവരെ തടവറയിലാക്കി, മരണഭീതിയിലാക്കി, അതിന് രക്ഷപ്പെടുവാൻ കഴിയാതെ ഇരുന്ന മനുഷ്യർക്ക് രക്ഷാകരമായ വിടുതൽ നൽകുവാൻ കാൽവറിയിലെ കുരിശിൽ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പിശാചിന്റെ അധികാരത്തിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുവാനുള്ള ദൈവത്തിന്റെ പരിപാടിയാണ് കാൽവറിയിലെ കുരിശിൽ നടന്നത്. അപ്പോൾ ഒരു നിലയിൽ അത് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യമായിരിക്കുമ്പോൾ മറുവശത്ത് അത് ഏറ്റവും വലിയ വിജയമാണ്. ക്രൂശ് നമ്മളുടെ ഏറ്റവും വലിയ വിജയമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ വിമോചനം കർത്താവിന്റെ ക്രൂശിൽ കൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം അവിടെയാണ് ദൈവം വരുത്തിയത് എന്നത് ക്രൂശിന്റെ ഏറ്റവും വലിയ വിജയമാണ്. ഈ പിശാചിന് അവന്റെ യാതൊരു തന്ത്രങ്ങളുമായിട്ട് മനുഷ്യരെ പരാജയപ്പെടുത്തി കർത്താവായ യേശു വിശ്വസിക്കുന്നവരെ പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന വലിയ പ്രഖ്യാപനമാണ് കുരിശിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. പുനരുത്ഥാനത്തോടുകൂടെയാണ് അത് ഉറപ്പിച്ചത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്ക്. അടുത്തതായിട്ട് ഇന്നത്തെ നമ്മളുടെ
വിഷയത്തിൽ രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പാട്ടുകാരൻ പറഞ്ഞതുപോലെ താൻ ഏറ്റവും ബലഹീനനായിട്ട്, താൻ നിന്ദിതനായിട്ട്, നിസ്സാരനായിട്ട്, നിസ്സഹായനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ അവസരത്തിൽ നിൽക്കുന്നത്. തന്നെ ക്രൂശിക്കുന്ന ആളുകളുടെ മുൻപിൽ താൻ ഏറ്റവും ബലഹീനനാണ്. തന്നെ ക്രൂശിൽ ചുമപ്പിക്കുന്നു, തന്നെ മർദ്ദിക്കുന്നു, തൻ്റെ മേൽ തുപ്പുന്നു. താൻ ഏറ്റവും നിസ്സഹായനായിട്ട് താൻ നിൽക്കുന്നു. ആ അവസരത്തിലും അതിന് മറുവശം നമ്മൾ നോക്കുമ്പോൾ ക്രൂശീകരണവും അതിന്റെ പരിപാടികളും എല്ലാം അതില് യേശുക്രിസ്തു പരാജയപ്പെടുകയല്ല, യേശുക്രിസ്തു വിജയിക്കുകയാണ്. അല്ലെങ്കിൽ ആ കാര്യങ്ങളെ എല്ലാം യേശുക്രിസ്തുവിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് കർത്താവ് നിലനിർത്തിയത് എന്ന് നമുക്ക് പറയാം. മനുഷ്യരെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ പിശാചിന്റെ ആ നിർബന്ധത്തില് കർത്താവിനെ ക്രൂശിക്കാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ ക്രൂശ് മരണത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് സാധിച്ചത്. അതിന്റെ എല്ലാ ക്രമീകരണങ്ങളുടെ മേലും ദൈവത്തിന്റെ നിയന്ത്രണം, കർത്താവായ യേശുക്രിസ്തുവിന്റെ നിയന്ത്രണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജീസസ് ഹാസ് എ ലോസ് കൺട്രോൾ ഓഫ് ദ ഹോൾ സിറ്റുവേഷൻ. ഒരർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ഏറ്റവും പരാജയപ്പെട്ടു, കർത്താവിന് യാതൊരു നിയന്ത്രണവുമില്ല, കർത്താവ് ബലഹീനനായി തീർന്നു എന്ന് നമുക്ക് ഒരർത്ഥത്തിൽ പറയുവാൻ കഴിയുമ്പോൾ തന്നെ മറ്റൊരർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തു പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാണ്. പ്രവചനങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു വരയോ പുള്ളിയോ വ്യത്യാസപ്പെടുത്താതെ പൂർണ്ണമായി നിവർത്തിക്കുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളിലും കൂടെ കടന്നാണ് ക്രൂശുമരണത്തിന്റെ സംഭവം നടക്കുന്നത് നമുക്കറിയാം. സോ ജീസസ് ക്രൈസ്റ്റ് is the one who is in ultimate control. ഈ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ഒരർത്ഥത്തിൽ പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. മറുവശത്ത് കർത്താവ് ഏറ്റവും ബലഹീനനും നിന്ദിതനും അപമാനിതനും നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൈവിട്ടുപോയി എന്ന് തോന്നുവാൻ കഴിയുന്ന നിലയിലുള്ള അവസ്ഥയിലും ഒക്കെയാണ് എന്നുള്ളത് ശരിയാണ്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻ പെർഫെക്റ്റ് കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ. അത് ക്രൂശിന്റെ ഒരു അത്ഭുതമാണ്, ക്രൂശിന്റെ ഒരു വിരോധാഭാസമാണ്. നിയന്ത്രണം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന അവസരങ്ങളിൽ യഥാർത്ഥത്തിൽ സകലത്തിന്റെയും നിയന്ത്രണം കർത്താവിന്റെ കരങ്ങളിൽ തന്നെയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്, ജീവിതത്തിന് എല്ലാം നഷ്ടമായി, ഇനി നമുക്ക് ഒരു നിർവാഹവുമില്ല, നമുക്ക് വേറെ ഒരു വഴിയുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ആ പ്രശ്നത്തിന്റെ നടുവിൽ തന്നെ അത് ഏറ്റവും വിജയകരമായ രീതിയിൽ അതിൻ്റെ മേൽ നിയന്ത്രണമുള്ള കർത്താവ് തൻ്റെ ഇഷ്ടപ്രകാരം അതിനെ നിയന്ത്രിച്ച് ദൈവം ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് തന്നെ അതിനെ കൊണ്ടുവരുന്നു എന്നുള്ളതായ സത്യവും നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തു ഏറ്റവും ബലഹീനനും നിയന്ത്രണം ഇല്ലാത്തവനും ആയി തീർന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർദ്ദേശമനുസരിച്ചും തന്നെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിവർത്തിക്കുന്ന നിലയിലും ദൈവം ഉദ്ദേശിച്ച നിലയിലും തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിച്ചത് എന്ന്, അതിൻ്റെ മേലുള്ള പൂർണ്ണ നിയന്ത്രണം കർത്താവിന് ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് മറുവശമായിട്ട് പറയാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഈ ഭാഗത്ത് നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവിനെ കുറിച്ച് അവർ പറഞ്ഞതായിരിക്കുന്ന ഒരു ആരോപണമാണ്. കർത്താവിനെ കുറിച്ച് അവർ പറഞ്ഞതായിരിക്കുന്ന ആരോപണം എന്നത് എന്നിട്ട് പറഞ്ഞു, കർത്താവിനെ കുറിച്ച് അവർ പറഞ്ഞ ഒരു ആരോപണം ഞാൻ വായിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല, അവൻ ഇസ്രായേലിന് രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ സംബന്ധിച്ചുള്ള മറ്റേ ഒരു രഹസ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ഐറണി, അതിലുള്ള ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു സ്വയമായിട്ട് രക്ഷിക്കാനായിട്ട് കഴിയാത്ത നിലയിൽ അല്ലെങ്കിൽ കഴിയുന്നില്ല എന്ന് തോന്നുന്ന നിലയിൽ താൻ ആയിത്തീർന്നത് സകലരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അവർ പറഞ്ഞതായിരിക്കുന്ന കാര്യം ഒരർത്ഥത്തിൽ ശരിയാണ്. മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു സ്വയം രക്ഷിക്കാതിരുന്നത് എന്ന കാര്യമാണ് ക്രൂശിന്റെ വേറെ ഒരു അത്ഭുതമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ക്രൂശ് എന്നത് സ്വയം രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തു ബലഹീനനായിട്ട് താൻ കൊല്ലപ്പെടുന്നു, തനിക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊരു തോന്നല് ആ ക്രൂശിന്റെ ഒരു ഭാഗമായിട്ടുണ്ട് എന്നത് ശരിയായിരിക്കുമ്പോൾ തന്നെ
ക്രൂശ് സകല മനുഷ്യരെയും രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ പരിപാടിയാണ്. വേറെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ പറഞ്ഞ ആ ആരോപണം തന്നെയാണ് ക്രൂശിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, സ്വയം രക്ഷിപ്പാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ രക്ഷിക്കുവാനായിട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത, സ്വയം രക്ഷപ്പെടുവാനായിട്ട് തീരുമാനിക്കാതിരുന്ന, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ മനസ്സ് വയ്ക്കാത്ത കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ക്രൂശ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ചരിത്രം നമ്മളോട് പറയും. ഞാൻ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും? അതിനുള്ള അധികാരം, പൂർണ്ണമായിരിക്കുന്ന കഴിവ്, അതിനുള്ള എല്ലാ അധികാരവും കർത്താവായ യേശുക്രിസ്തുവിനുണ്ട്. പക്ഷേ കർത്താവ് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരികയില്ല. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ അങ്ങനെ തന്നെ സമർപ്പിച്ച് ക്രൂശിൽ നിന്ന് രക്ഷപ്പെടുവാൻ താൻ മനസ്സ് വയ്ക്കാതിരുന്നതിന്റെ കാരണം മറ്റുള്ളവരെ രക്ഷിക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു തീരുമാനിച്ചു എന്നുള്ളതാണ്. അവർ പറഞ്ഞ ആരോപണം ശരിയാണ്. ഇവൻ മറ്റുള്ളവരെ രക്ഷിക്കും, എന്നാൽ സ്വയം രക്ഷിക്കും. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ അത്ഭുതകരമായ ക്രമീകരണം. സ്വയം രക്ഷിക്കാനായിട്ടാണ് എങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ രക്ഷിക്കുവാനും തന്നെ സംരക്ഷിക്കുവാനും തനിക്ക് പുരോഗതി ഉണ്ടാക്കുവാനും തനിക്ക് ബഹുമാനം കിട്ടുവാനും ഒന്നുമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രസിദ്ധമായിരിക്കുന്ന പ്രസ്താവന നമുക്കറിയാം. മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് ശുശ്രൂഷ സ്വീകരിക്കാനല്ല, ബഹുമാനം അന്വേഷിക്കാനല്ല, സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനല്ല. പാട്ടുകാരൻ പറയുന്നത് പോലെ സാത്താൻ മാനങ്ങൾ, ലോകസ്ഥാനങ്ങൾ ഇതൊന്നും കർത്താവ് ആഗ്രഹിച്ചു. അതിനുവേണ്ടിയല്ല കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. കർത്താവ് തന്നെത്താൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെത്താൻ താഴ്ത്തി നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി തന്നെത്താൻ ഏൽപ്പിച്ച് മറ്റുള്ളവരുടെ രക്ഷ ഉറപ്പാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ സ്വയം രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. കർത്താവായ യേശുക്രിസ്തു സ്വയം രക്ഷിക്കാതിരുന്നത് മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ടാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു പ്രസ്താവന കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശില് പിടിച്ചു നിർത്തത് കാരിരും പാണികളുടെ കരുത്തായിരുന്നു. പിന്നെയോ മറ്റുള്ളവരെ, നമ്മെ രക്ഷിക്കുവാനായിട്ടുള്ള ദൈവത്തിന്റെ പരിപാടി നിവർത്തിക്കുവാൻ, അല്ലെങ്കിൽ അതിനായിട്ടുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് തന്നെ ആ ക്രൂശില് അത് പിടിച്ചു നിർത്തി. യേശുക്രിസ്തുവിനെ ക്രൂശിനോട് ചേർത്ത് നിർത്തിയത് കാരിരും പാണികളുടെ കരുത്തല്ല, നമ്മോടുള്ള ദൈവത്തിന്റെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് അതിന് കാരണമായി തീർന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് കഴിയുന്ന ഒരു കാര്യമാണ് എങ്കിൽ നമ്മൾ കഴിവ് തെളിയിക്കാനായിട്ട് അവസരം ഉണ്ടാകുമ്പോൾ അത് തെളിയിക്കാനുള്ള ഒരു വലിയ വ്യഗ്രത നമുക്കുണ്ട്. നമ്മളെ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ നമുക്കതിനുള്ളതായിരിക്കുന്ന കഴിവുണ്ട് എങ്കിൽ അത് നിശ്ചയമായിട്ട് നമ്മൾ ആ നിലയിൽ തെളിയിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അങ്ങനെ ചെയ്യുന്നതാണ്. വെല്ലുവിളികളെ സ്വീകരിച്ച് മനുഷ്യരെ ബോധ്യപ്പെടുത്തുവാൻ, അവരുടെ മുൻപിൽ, അവരുടെ വെല്ലുവിളികളുടെ മുൻപിൽ ജയിച്ചു എന്ന് വരുത്തുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു തീരുമാനിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, അത് നമുക്കൊരു മാതൃകയാണ്. എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് വെല്ലുവിളികളുടെ മുൻപിൽ വെല്ലുവിളിച്ചവരെ പരാജയപ്പെടുത്തി അവര് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ തെളിയിച്ച്, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തെളിയിച്ച് ആ നിലയിൽ വിജയിക്കാനായിട്ട് കർത്താവ് തീരുമാനിച്ചില്ല. കർത്താവായ യേശുക്രിസ്തു അവരുടെ വെല്ലുവിളികളെ ആ നിലയിൽ ശ്രദ്ധിച്ചില്ല. അവർ സ്വയമായിട്ട് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല. മറ്റുള്ളവരെ രക്ഷിച്ചയാളാണ് ഇപ്പോൾ സ്വയമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കും. അത് ക്രൂശിന്റെ രഹസ്യമാണ്. കർത്താവായ യേശുക്രിസ്തു സ്വയമായി രക്ഷപ്പെടുവാനായിട്ടല്ല ഈ ലോകത്തിലേക്ക് വന്നത്, മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ടാണ്. താൻ സ്വയമായി രക്ഷപ്പെട്ടാൽ മറ്റുള്ളവർക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല. ക്രൂശ് മനുഷ്യജാതിയുടെ, മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിന്റെ ക്രമീകരണമാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നിന്ന് ഇറങ്ങി വരികയില്ല. കാരണം അതിനുവേണ്ടി തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അവർ പറഞ്ഞ പ്രസ്താവന ഞാനൊന്ന് എടുത്തു പറയട്ടെ. അവർ പറഞ്ഞു, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരികയാണ് എങ്കിൽ ഞങ്ങൾ നിന്നില് വിശ്വസിക്കുമോ? കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നാൽ അവിടെ പറഞ്ഞതായിരിക്കുന്ന ആളുകൾ വിശ്വസിക്കുമോ? വിശ്വസിക്കുകയില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുന്നതാണോ ബുദ്ധിമുട്ട്, അതോ ക്രൂശിൽ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്നതാണോ ബുദ്ധിമുട്ട്? ക്രൂശിക്കപ്പെട്ട് ആണികളാൽ തറയ്ക്കപ്പെട്ടവനായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അതിനെ ആണികളിൽ നിന്ന് രക്ഷപ്പെട്ട് താന് ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരും. അതാണോ ബുദ്ധിമുട്ട്? അതോ താന് മരിച്ച്
അടക്കപ്പെട്ടതിന് ശേഷം മരണത്തെ ജയിച്ചുയർത്തെഴുന്നേൽക്കുന്നതാണോ ബുദ്ധിമുട്ട്? മരിക്കാത്ത ഒരാള് തന്റെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമാണ്. മരിച്ച ഒരാൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. കർത്താവായ യേശുക്രിസ്തു ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നാൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരുടെ ആളുകളും ഒക്കെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം കേട്ടുവിട്ടോ? ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരിക്കും എന്നൊക്കെ അവർ സംശയിച്ച് കാണുമായിരിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചവഴയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവന്റെ കല്ലറ ശൂന്യമാണ്. ആ കല്ലറയിൽ വെച്ച ശവശരീരത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അറിവില്ല. കാവൽ നിന്നതായിരിക്കുന്ന പടയാളികൾ വന്ന് സംഭവിച്ച കാര്യം, ദൂതന് ഇറങ്ങി വന്ന കാര്യവും ഭൂകമ്പം ഉണ്ടായ കാര്യവും ഇത് തുറന്ന് കർത്താവായ യേശുക്രിസ്തു അപ്രത്യക്ഷമായ കാര്യവും ഒക്കെ അവൻ പറഞ്ഞതാണ്. അവർ വിശ്വസിച്ചോ? ഇല്ലെന്നേ. ഇത് വെറുതെ പറയുന്നതാണ്. ഇന്നത് ചെയ്താൽ ഞങ്ങൾ വിശ്വസിക്കും. കർത്താവായ യേശുക്രിസ്തു നേരത്തെ തന്നെ പറഞ്ഞിട്ടോ, ലാസർ എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച്, ലാസറും ധനവാന്റെ കഥയും പറഞ്ഞപ്പോൾ പറഞ്ഞു. ലാസർ പറഞ്ഞ ധനവാൻ പറഞ്ഞ പ്രസ്താവന ഉണ്ടല്ലോ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വന്നാൽ എന്റെ സഹോദരന്മാർ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. വിശ്വസിക്കുമോ? ഇല്ലെന്നേ. വിശ്വസിക്കുവാൻ മനസ്സില്ലാത്ത മനുഷ്യർക്ക് വിശ്വസിക്കുവാനായിട്ട് എന്ത് കാരണം ഉണ്ടായാലും വിശ്വസിക്കില്ല. അത് അപാരമായ ഒരു അത്ഭുതമാണ്, അല്ലെങ്കിൽ അതൊരു ഭയങ്കരമായ ഒരു ഹൃദയഭേദകമായിരിക്കുന്ന ഒരു സത്യമാണ്. മനുഷ്യർക്ക് വിശ്വസിക്കാൻ മനസ്സില്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും അവര് വിശ്വസിക്കുകയില്ല. വിശ്വസിക്കാൻ മനസ്സില്ലാത്ത മനുഷ്യനെ വിശ്വസിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ആ നിലയിൽ ഹൃദയം കഠിനപ്പെട്ടു പോകുവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അത് വളരെ അപകടകരമായ ഒരു നിലയാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ക്രൂശിന്റെ മൂന്നാമത്തെ ഐറണി, അതിൻ്റെ മൂന്നാമത്തെ അത്ഭുതമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വൈചിത്ര്യമായിട്ട്, അതിനുള്ള ഒരു വിരോധാഭാസമായി പറയാനായിട്ട് സാധിക്കുന്നത്, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിയല്ല കർത്താവായ യേശുക്രിസ്തു വന്ന. ക്രൂശില് താൻ ബലഹീനനായി തനിക്ക് ഇറങ്ങി വരുവാനായിട്ട് കഴിയില്ല എന്ന് തോന്നിക്കുന്ന നിലയിലാണ് താൻ കിടക്കുന്നതെങ്കിലും ആ മരണം, താൻ ആ നിലയിൽ ക്രൂശിനെ സ്വീകരിച്ചത് സകല മനുഷ്യരുടെയും എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും രക്ഷയ്ക്ക് കാരണമായ നിലയിൽ സകലരെയും രക്ഷിക്കുവാനുള്ള മുഖാന്തരമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു അത് സ്വീകരിച്ചത് എന്ന കാര്യമാണ് ഞാൻ മൂന്നാമത് അതിനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാലാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം, കർത്താവായ യേശുക്രിസ്തു തന്റെ ക്രൂശില് പറഞ്ഞതായിരിക്കുന്ന ഒരു പ്രസ്താവനയെ സംബന്ധിച്ചാണ്. ആ ഒരു പ്രസ്താവന മാത്രമേ നമ്മൾ മത്തായി സുവിശേഷത്തിൽ കാണുന്നുള്ളൂ. എന്നാൽ യോഹന്നാന്റെയും മറ്റുള്ള സുവിശേഷങ്ങളും എല്ലാം കൂടെ വെക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു 7 പ്രസ്താവനകൾ പറഞ്ഞ, അല്ല, ഇവിടെ 2 പ്രസ്താവനകളുണ്ട്. 7 പ്രസ്താവന പറഞ്ഞതായിട്ട് നമുക്ക് എല്ലാം കൂടെ പറയാനായിട്ട് സാധിക്കും. ഇതില് കർത്താവ് പറഞ്ഞ ആദ്യ പ്രസ്താവനയാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കർത്താവിനെ നിന്ദിച്ചു. അതിനുശേഷം ഞാൻ മടങ്ങി വന്ന ചില കാര്യങ്ങൾ കൂടെ ഇതിന്റെ ആ സംഭവങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രസ്താവനയാണ്. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിർവഹിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവർ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവൻ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം. അപ്പൊ അതിനെക്കുറിച്ച് കാഴ്സൺ മുതലായിട്ടുള്ള കമന്റേറ്റേഴ്സ് പറയുന്ന കാര്യം, ഏലി ഏലി ലമ്മ ശബക്താനി, അത് ആരാമ്യ ഭാഷയിലുള്ളതായ പ്രസ്താവനയാണ്. അതിന്റെ അർത്ഥം എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് എന്നതായിരിക്കുന്ന ആ 22-ാം സങ്കീർത്തനത്തിലുള്ള ആ വാക്യമാണ് കർത്താവായ യേശുക്രിസ്തു ഉദ്ധരിച്ചത്. അപ്പൊ അവർ കേട്ട ആളുകൾക്കൊക്കെ അതറിയാൻ കിട്ടും. ഏലിയാവ് എന്ന് രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കണം. ഏലി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നുള്ള നിലവിളിയാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം കേട്ടവർക്കൊക്കെ മനസ്സിലായത്. എന്നാൽ ആ നിലവിളിയെ പരിഹസിച്ചു ഏലിയാവെ വിളിക്കുകയാണ്. ഇപ്പോൾ ഏലിയാവ് വന്ന് രക്ഷിക്കാനായിട്ട് നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ പരിഹസിക്കും. അപ്പോൾ ആ പ്രസ്താവനയാണ്, കർത്താവിന്റെ ആ നിലവിളിയെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തിയതായിരിക്കുന്ന കർത്താവ്
അല്ലെങ്കിൽ ദൈവത്തോടുള്ള നിത്യമായിരിക്കുന്ന സംസർഗമുള്ളതായിരിക്കുന്ന കർത്താവായ യേശു. ദൈവവുമായുള്ള ബന്ധത്തിൽ യാതൊരു വിധമായ പ്രശ്നവും ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത നീതിമാനും നിർമ്മലനും നിഷ്കളങ്കനുമായിരിക്കുന്ന കർത്താവ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന് കരയും. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ, പ്രധാനമായി മുഖ്യമായി 99% സമയങ്ങളിൽ പിതാവ് എന്നുള്ള നിലയിലാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ദൈവം എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് എന്ന നിലയിൽ എന്ന ഒരു നിലവിളിയാണ് കർത്താവായ യേശു ക്രിസ്തു നടത്തുന്നത്. അപ്പൊ ആ നിലവിളിയെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ 22ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ഉള്ള ഉദ്ധരണിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ നമുക്ക് 22ാമത്തെ സങ്കീർത്തനത്തിൽ കാണാനായിട്ട് സാധിക്കും. അത് മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിന്റെ ക്രമീകരണമാണ് എന്നുള്ള കാര്യം ആ അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് കർത്താവ് ഈ നിലയിൽ നിലവിളിച്ചത്? അപ്പൊ അതിന് ഉള്ള രഹസ്യം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലുള്ളതായിരിക്കുന്ന ആശ്ചര്യം എന്നത്, ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ദൈവം കൈവിട്ടു എന്ന നില വരാതിരിക്കുക. നിഷ്കളങ്കനും നിർമ്മലനും നിർദോഷിയും പാപത്തോട് വേർപെട്ടവനുമായിരിക്കുന്ന കർത്താവ്, പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന ആ ദൈവത്തോടുള്ളതായിരിക്കുന്ന വേർപാട് നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് നമുക്ക് പകരക്കാരനായി തീർന്നത് കൊണ്ടാണ് ആ നിലവിളി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി. പാപിയായ മനുഷ്യന്റെ നിലവിളിയാണ്. ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയനായി ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടതായിരിക്കുന്ന മനുഷ്യന്റെ സ്ഥാനം കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്ത് അവന് പകരക്കാരനായി തീർന്നു. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറഞ്ഞ ആ നിലയിൽ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ കുറ്റം, പാപത്തിന്റെ ശിക്ഷ, പാപത്തിന്റെ മാലിന്യം അതെല്ലാം തൻ്റെ മേൽ ഏറ്റെടുത്ത് നമുക്ക് പകരക്കാരനായി അവന് പരിഹാരം വരുത്തുന്നതിന് വേണ്ടി നമ്മോട് ഏകീഭവിച്ച ആ രംഗമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. പുത്രൻ തമ്പുരാന്റെ മേൽ പാപത്തിന്റെ സകല ശിക്ഷയും അതിൻ്റെ സകല നിന്ദയും അതിൻ്റെ അപമാനവും അതിൻ്റെ എല്ലാവിധമായ കുറ്റങ്ങളും ദൈവം വച്ച് imputed all the sin of his people on Jesus Christ. പാപികളായിരിക്കുന്ന മനുഷ്യർക്ക് പകരക്കാരനായി അവരുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി കൊല്ലപ്പെട്ട, അതുമായി നമുക്ക് പകരക്കാരനായി നമ്മോട് ഏകീഭവിച്ച, പാപത്തെ ഏറ്റെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവസ്ഥയാണ് ഈ പ്രസ്താവനയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം ക്രൂശിൽ കൈവിട്ടതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി ഒരിക്കൽ പോലും ദൈവം അവരെ കൈവിടുകയില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് പകരക്കാരനായി നമ്മളുടെ പാപത്തിന് ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്. യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ട്. അതില് ബൈബിൾ നൽകുന്ന ഏറ്റവും വ്യക്തമായ മറുപടി, ഈ മറുപടി നിങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല. അത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായി പാപത്തിന് ശിക്ഷയായിരിക്കുന്ന മരണം ഏറ്റെടുത്ത് പാപപരിഹാര ബലിയായി നമുക്ക് വേണ്ടി കൊല്ലപ്പെടുകയാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് എന്ന കാര്യമാണ് ബൈബിൾ പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ മരണം പാപത്തെ പരിഹരിക്കുവാനുള്ള, പാപിക്ക് ദൈവത്തിന്റെ ന്യായവിധിയിൽ രക്ഷപ്പെടുവാനുള്ള, ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക മുഖാന്തരമായിട്ടാണ്. ആ നിലയിലുള്ള പാപപരിഹാര ബലിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം. ഈ നാളുകളിലൊക്കെ ചില വിദഗ്ധന്മാര് ഒക്കെ ഈ അതിപ്രധാനമായ രക്ഷയുടെ ആ വശത്തെ ലഘൂകരിക്കുന്നതായിരിക്കുന്ന ഒരുപാട് വേദശാസ്ത്രികൾ തന്നെ ഈ കാലത്തും. അതുകൊണ്ട് ഈ വിഷയം അതിശക്തമായിട്ട് നമ്മൾ പറയേണ്ട കാര്യം. നിങ്ങൾ ബൈബിൾ പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്ന ആ പരിപാടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ് എങ്കിൽ ഈ വിഷയത്തിലൊക്കെ ഒരുപാട് അയവ് വരുത്തിയാണ് അവരത് പറയുന്നത്.
എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും പരിചയമില്ലെങ്കിലും ഞാൻ പറയണം, എൻറ്റി റൈറ്റ്, ന്യൂ പോളൈൻ പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന ചില ആശയങ്ങളുണ്ട്. അവിടെയൊക്കെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപപരിഹാരം, ദൈവത്തിന്റെ ക്രോധം ദൈവം യേശുക്രിസ്തുവിന്റെ മേൽ വച്ച് ദൈവക്രോധത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ചെലവിൽ നമ്മെ രക്ഷിക്കുന്നു എന്നുള്ള ആ പ്രത്യേക പാപപരിഹാര ക്രമീകരണം അതിനെ ലഘൂകരിക്കുന്നതായിരിക്കുന്ന ആളുകളാണ് അവരൊക്കെ. അത് അപകടകരമായ എൻറ്റി റൈറ്റിനെ കുറിച്ച് ഈ വിഷയത്തിൽ പറയുന്ന പ്രസ്താവന, ജോൺ മക്കാർത്തർ പറഞ്ഞ പ്രസ്താവന വളരെ നല്ലതാണ്. അദ്ദേഹം പറഞ്ഞു, എൻറ്റി റൈറ്റ് ഈസ് റോങ്, റൈറ്റ് ഈസ് റോങ് ഓൺ ദിസ് ഇഷ്യൂ. അപ്പസ്തലനായ പൗലോസും കർത്താവായ യേശുക്രിസ്തുവും പൗലോസും അപ്പസ്തലന്മാരും എല്ലാം ഒരുപോലെ നമ്മളോട് പറയുന്ന കാര്യം, കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമായി, പാപപരിഹാര ബലിയായി, ദൈവം പാപത്തിന് മേൽ വിധിച്ച ന്യായവിധിയായി, ദൈവക്രോധത്തിന്റെ പരിഹാരമായി, നമുക്ക് പകരക്കാരനായി നമ്മുടെ സ്ഥാനത്ത് അത് ഏറ്റെടുത്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു മരിച്ചത്. ആ മരണത്താൽ നമ്മുടെ പാപത്തിന് ശിക്ഷയ്ക്ക് പൂർണ്ണമായ പരിഹാരം വന്നിരിക്കുന്നു എന്ന കാര്യമാണ് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ക്രൂശില് കർത്താവായ യേശുക്രിസ്തു കൈവിടപ്പെട്ടത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കർത്താവ് ചോദിച്ചത്, ഇനിയും കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളിന് ഒരിക്കൽ പോലും ദൈവത്തോടുള്ള ബന്ധം ദൈവം കൈവിട്ടിരിക്കുന്നു എന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് കാര്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ സംഭവിച്ച, അങ്ങനെ പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തു തന്റെ പ്രാണനെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിനോട് സംബന്ധിച്ച് നടന്ന ഒരു സംഭവം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. കർത്താവായ യേശുക്രിസ്തു മരിച്ചപ്പോൾ ഉണ്ടായ കാര്യം ഒരു സംഭവമല്ല, രണ്ട് സംഭവങ്ങൾ പറയണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ 45-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ട്. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ 6-ാം മണി നേരം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണിയാണ്. പിന്നെ 9-ാം മണി നേരം എന്ന് പറയുന്നത് 3 മണിയാണ്. ഏറ്റവും ശക്തിയോടുകൂടെ ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള സ്ഥലമാണല്ലോ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം. അതുകൊണ്ട് സൂര്യൻ ഏറ്റവും ശക്തമായി ശോഭിക്കുന്ന ആ സമയത്ത് പൂർണ്ണമായിരിക്കുന്ന അന്ധകാരം ലോകത്തെ ബാധിച്ചു. ലോകം മുഴുവനും ഉണ്ടായോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ശരി, ആ ഭാഗത്ത് ഇസ്രയേൽ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന ഇടത്ത് ഭയങ്കരമായിരിക്കുന്ന ഇരുട്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ സാധിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു അന്ധകാരത്തില് ആയിത്തീർന്നു. 2 നിലകളിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഒന്ന്, ദൈവത്തിന്റെ പുത്രനോട് മനുഷ്യന് കാണിച്ചതായിരിക്കുന്ന ഈ അനീതി കാണുവാൻ സൂര്യന് പോലും സാധിച്ചില്ല, സൂര്യൻ തന്റെ മുഖം മറച്ചു കളഞ്ഞു എന്ന് ആലങ്കാരികമായി അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. എന്നാൽ അതിനേക്കാളും ഉപരി മനുഷ്യന്റെ പാപത്തെയും അവന്റെ പാപത്തിന്റെ അനുഭവത്തെയും വിശദീകരിക്കുവാനുള്ള ഏറ്റവും നല്ല വാക്ക് അന്ധകാരം. മനുഷ്യരെ പാപികളായിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നത് അവർ അന്ധകാരത്തിലാണ്, അവര് ഇരുട്ടിലാണ് എന്ന കാര്യം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പാപരഹിതനായിരിക്കുന്ന ദൈവപുത്രൻ അന്ധകാരത്തിലായി തീർന്നത്, കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ആരും ഇനി ഒരിക്കലും അന്ധകാരത്തിലായിരിക്കുവാൻ ആവശ്യമില്ല എന്ന കാര്യം, അത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച പാപത്തിന്റെ ആ ഭയാനകതയാണ് ആ അന്ധകാരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു നമുക്ക് വേണ്ടി അന്ധകാരത്തിലായതുകൊണ്ട് ഇന്ന് കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ആർക്കും ഇനി ഒരിക്കൽ പോലും പാപത്തിന്റെ അന്ധകാരത്തില്, അതിന്റെ ആ അടിമത്വത്തില്, അതിന്റെ ഭീകരമായ അനുഭവത്തില് ആയിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് വെളിച്ചം, ദൈവത്തോടുള്ളതായിരിക്കുന്ന ബന്ധം, വെളിച്ചത്തിൽ നടക്കുവാനുള്ള അത്ഭുതകരമായ അനുവാദം നമുക്ക് ലഭിച്ചിരിക്കുക. യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്കറിയാം, കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്ന ആളുകളുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന കാര്യം, നമ്മൾ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നതായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അന്ധകാരത്തിലായത് ഇനിയും കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അന്ധകാരത്തിൽ നടക്കുവാൻ, അന്ധകാരത്തിന്റെ അധികാരത്തിലായിരിക്കുവാൻ, അതിന്റെ സ്വാധീനത്തിലായിരിക്കുവാനുള്ള ആവശ്യമില്ല എന്ന വലിയ സത്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ്.
ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് കർത്താവായ യേശുക്രിസ്തു മരിച്ച സമയത്ത് ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരയ്ക്ക് മുകളിൽ നിന്ന് അടിയോളം ചീന്തിപ്പോയി എന്ന് നമ്മൾ വായിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലി, അത് ദേവാലയത്തിലെ പാപപരിഹാര ബലി നമ്മൾ ദേവാലയത്തിൽ നടക്കുന്ന യാഗം പോലെയൊന്നും ആയിരുന്നില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്കറിയാം. എന്നാൽ ഒരർത്ഥത്തില് സകല യാഗങ്ങളുടെയും അവസാനമായി സകല യാഗങ്ങളും പ്രതീക്ഷിച്ച കാര്യം പൂർത്തീകരിച്ചുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണം. അത് സാധാരണ രീതിയിലുള്ള യാഗത്തിന്റെ രീതിയിലൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ദൈവസന്നിധിയില് ഏറ്റവും മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താനായിട്ട് എബ്രായ ലേഖനകാരന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം മനുഷ്യരുടെ പാപങ്ങളെ പരിഹരിക്കാനായിട്ട് പര്യാപ്തമല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം നമ്മളുടെ പാപങ്ങൾക്ക് നിത്യമായ പരിഹാരം വരുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം എബ്രായ ലേഖനകാരൻ നമ്മളോട് പറയുന്നു. അപ്പൊ അത് വെളിപ്പെടുത്തിക്കൊണ്ട്, അപ്പൊ ദേവാലയവുമായിട്ട് ബന്ധപ്പെടുത്തി ദേവാലയത്തിലേക്കുള്ളതായ പ്രവേശനം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം സംഭവിച്ചത് എന്ന കാര്യമാണ് ഈ സംഭവത്തിൽ നിന്ന് കാണുന്നത്. നമുക്കറിയാം, ഈ ദേവാലയത്തിന്റെ ഈ തിരശ്ശീല എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ളതായ ഒരു തിരശ്ശീലയാണ്. അത് വിശുദ്ധ മന്ദിരത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കുന്ന സത്യമാണ്. അപ്പൊ ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ളതായിരിക്കുന്ന ഈ അനുവാദം പുരോഹിതന്മാർക്കില്ല. മഹാപുരോഹിതനും ആണ്ടിൽ ഒരു പ്രാവശ്യം മാത്രമേ ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് അവിടെ കർത്താവിന്റെ സാന്നിധ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതായ ക്രമീകരണങ്ങള് ആ അതിപരിശുദ്ധ സ്ഥലത്ത് നമുക്ക് ദൈവത്തിന്റെ നിയമത്തിന്റെ പെട്ടകം, ആ നിയമത്തിന്റെ പെട്ടകത്തിന് മുകളിലുള്ള സാക്ഷ്യപ്പെട്ടകം, ആ സാക്ഷ്യപ്പെട്ടകത്തിന് ഉള്ളിലുള്ള നിയമത്തിന്റെ കൽപ്പലക, അതിന് മുകളിൽ നിൽക്കുന്നതായ ദൂതന്മാര്, കെരൂബുകളുടെ ആ ചിഹ്നം, ഇതെല്ലാം ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെ ഉറപ്പുവരുത്തുന്നതായ ദൈവത്തിന്റെ ക്രമീകരണമായിരുന്നു. അപ്പൊ ആ സ്ഥലത്തേക്ക് വർഷത്തില് ഒരു പ്രാവശ്യം മാത്രമേ മഹാപുരോഹിതന് പ്രവേശിക്കാൻ സാധിക്കൂ. അത് രക്തത്തോടു കൂടെയാണ് ആ പ്രവേശിക്കുന്നത്. അത് അതിപരിശുദ്ധ സ്ഥലം എന്നാണ് പറയുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ ദൈവവും മനുഷ്യനും തമ്മിൽ വേർതിരിച്ചിരുന്ന എല്ലാവിധമായിരിക്കുന്ന മതിൽക്കെട്ടുകളും എന്നേക്കുമായിട്ട് അവസാനിച്ചിരിക്കുന്നു. ഇനിയും ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ളതായിരിക്കുന്നു. പ്രവേശനം കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ വിശ്വാസികൾക്ക് ലഭിക്കുന്നു എന്നുള്ള അത്യത്ഭുതകരമായ സത്യമാണ് ഈ തിരശ്ശീല രണ്ടായി ചെയ്ത്. അത് താഴേന്ന് മേളോട്ട് കയറിയല്ല കീറുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് താഴേന്ന് മേളോട്ട് കയറുകയാണെങ്കിൽ മനുഷ്യൻ കയറിയാന്ന് പറയാം. താഴേന്ന് മേളോട്ട്, അത് വളരെ ഉയരത്തിലാണ് ഈ തിരശ്ശീല നിൽക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് കയറും എന്ന് പറഞ്ഞാൽ ദൈവമാണ് അത് കീറിക്കണം. എന്നിട്ട് ഒരു പ്രസംഗകൻ അതിനെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന ഞാൻ ഓർക്കുന്നുണ്ട്. മനുഷ്യന് ദൈവം കീറുന്നതായിരിക്കുന്ന തിരശ്ശീലയെല്ലാം പിന്നെ തുന്നിക്കെട്ടി ദൈവവും മനുഷ്യനുമായിരിക്കുന്ന ബന്ധം ഇന്നും അസാധ്യമാക്കിക്കൊണ്ട് മനുഷ്യന്റെ പ്രവൃത്തികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആണ് മനുഷ്യനെ രക്ഷിക്കുന്നത് എന്ന് വ്യർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് വരുവാൻ കഴിയാതെ മനുഷ്യനെ തടയുന്ന മതപരമായ ക്രിസ്തീയ മതങ്ങളുടെ ആ ക്രമീകരണങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു ദൈവ പൈതലിന് ഇനി യാതൊരു വിധമായ മധ്യസ്ഥതയുടെയും ആവശ്യമില്ല. കർത്താവിന്റെ സന്നിധിയിലേക്ക്, പിതാവിന്റെ അടുക്കിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക് അപ്പസ്തലനായ എബ്രായ ലേഖനകാരൻ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ധൈര്യത്തോടുകൂടെ കൃപാസനത്തിന്റെ അടുക്കൽ വരെ ചെല്ലാനുള്ള ആ ധൈര്യം നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നുറുക്കപ്പെട്ട ശരീരത്തിലൂടെ, തന്റെ ശരീരം എന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചീന്തിയപ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല ചീന്തി ദൈവവുമായുള്ള പ്രവേശനം നമുക്ക് സാധ്യമായിരിക്കുന്നു എന്നുള്ള വലിയ പ്രഖ്യാപനം ദൈവം നടത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രൂശ് ഏറ്റവും അത്ഭുതകരമായ ദൈവത്തിന്റെ വിജയമാണ്. അത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ നിന്ദ്യവും ബലഹീനവുമാണ് എന്നുള്ളത് നമുക്ക്. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഘോഷം, രക്ഷിക്കപ്പെടുന്ന നമുക്ക്
ദൈവത്തിന്റെ ശക്തിയുമാണ്. ക്രൂശ് കാഴ്ചയിൽ ഏറ്റവും ബലഹീനമാണ് എന്ന് നമുക്ക് തോന്നിയാൽ, അത് ബലഹീനതയുടെ ചിഹ്നമായി മനുഷ്യന് തോന്നിയാൽ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും അത്ഭുതകരമായ വിജയമാണ്. ദൈവം മനുഷ്യർക്ക് വേണ്ടി സമ്പാദിച്ച, പിശാചിനെ പരാജയപ്പെടുത്തി അവനെ ആയുധവർഗം വെപ്പിച്ച് തോൽപ്പിച്ച് വിജയം നേടിയ പരിപാടി. കർത്താവായ യേശു ക്രിസ്തു ബലഹീനനാണ് എന്ന് നിങ്ങൾക്ക് ഒരർത്ഥത്തിൽ തോന്നിയാൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണവും തൻ്റെ എല്ലാ പരിപാടികളും തൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. കർത്താവിനെ പരാജയപ്പെടുത്തി അല്ല അവർ കർത്താവിനെ ക്രൂശിച്ചത്. പിന്നെയോ മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമല്ലാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് തന്നെത്താൻ ആ മരണശിക്ഷ ഏൽക്കുവാനായിട്ട് കർത്താവ് മനസ്സ് വയ്ക്കുകയാണ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് അത്ഭുതകരമായ ദൈവത്തിന്റെ ക്രമീകരണമാണ്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വയം രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന ഒരു തോന്നലുണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല. ക്രൂശിൽ നിന്ന് താൻ ഇറങ്ങി വരാതിരുന്നത് തന്നിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരെ രക്ഷിക്കുവാനായിട്ടുള്ള രക്ഷാകര പരിപാടിയായി ദൈവം അതിനെ ക്രമീകരിച്ചിരുന്നതുകൊണ്ട് കർത്താവ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കരഞ്ഞ് വിലപിച്ചത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഇനി ഒരിക്കൽ പോലും ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുവാൻ ആവശ്യമില്ലാതെ നിത്യമായ ബന്ധം നമുക്ക് സാധിച്ചു തരുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ താൻ അന്ധകാരത്തിൽ അനുഭവിച്ച ആ പാപത്തിന്റെ ആ ശിക്ഷയുടെ ഫലമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം നിമിത്തം ദൈവത്തിന്റെ അടുക്കിലേക്കുള്ളതായിരിക്കുന്ന പ്രവേശനം ദൈവം നമുക്ക് സാധ്യമാക്കി തന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് നമുക്ക് പറയാം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ സംഗതിയാകും. അത് നമ്മളുടെ രക്ഷയ്ക്ക്, നിത്യമായ രക്ഷയ്ക്ക്, ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ഏക മുഖാന്തരമാണ് ആ ക്രൂശിനെ ഓർത്ത്, യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ക്രൂശിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിൽ നമുക്ക് ധൈര്യപ്പെടാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കും.